സിനിമയും സീരിയലും മോഡലിംഗും സ്വപ്നം കണ്ട പെൺകുട്ടികൾക്ക് ആദ്യം അയാൾ ദൈവതുല്യനായിരുന്നു, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് പിടിപ്പിച്ചവൻ. എന്നാൽ പിന്നീടാണ് ബിലാൽ ചെകുത്താൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. തിരുവനന്തപുരം ചാരുമൂട് സ്വദേശി, യഥാർത്ഥ പേര് ശ്രീകുമാർ, എന്നാൽ ബിലാൽ എന്നാണ് അറിയപ്പെടുന്നത്. മലയാളി യുവതികളെ ഗൾഫിലേക്ക് കടത്തി സെക്സ് റാക്കറ്റിന് കാഴ്ചവെച്ച കേസിലെ പ്രധാനി, സ്ത്രീകളുടെ മാംസത്തിന് വില പറയുന്നവൻ. നിരവധി പെൺകുട്ടികളുടെ ജീവിതം പിച്ചിച്ചീന്തിയ ബിലാൽ ഒരു കൊടും കുറ്റവാളിയാണ്. ദുബായ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭ കേസിൽ സിന്ധുവിനെയും അലീനയെയും മഞ്ജിമയെയും നിയന്ത്രിച്ചത് ഈ കറുത്ത കരങ്ങളാണ്. രാജ്യാന്തര സെക്സ് റാക്കറ്റ് സംഘങ്ങളും ബിലാലും തമ്മിൽ എന്താണ് ബന്ധം? ഇതോടൊപ്പം അവയവക്കടത്ത് മാഫിയയിലെ നിർണായക വിവരങ്ങളും പുറത്തു വരികയാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പത്രവും. സ്വാഗതം. 2 പതിറ്റാണ്ടുകൾക്കിടെ നടന്ന കൂട്ടക്കൊലപാതകങ്ങളുടെയും ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളുടെയും കഥ പറയുന്ന സ്ഥലം. കർണാടകയിലെ ധർമ്മസ്ഥലയിലെത്തിയാൽ ഇതുപോലെ ഭീതിപ്പെടുത്തുന്ന കുറേ കഥകൾ കേൾക്കാം. പെൺകുട്ടികളെ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലോടെയാണ് ധർമ്മസ്ഥലയിലെ പല രഹസ്യങ്ങളും പുറത്തു വന്നത്. പിന്നീട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നിരവധി അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയെങ്കിലും കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരുന്നു. ബംഗളഗുഡയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങളിൽ കൊലപാതകം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് FSL റിപ്പോർട്ട്. ഇതോടെ പ്രദേശം കേന്ദ്രീകരിച്ച് SIT സംഘം വീണ്ടും പരിശോധന ആരംഭിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം ധർമ്മസ്ഥല കേസിൽ വീണ്ടും വഴിത്തിരിവ്. ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ച ബംഗളഗുഡയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ പരിശോധനാ ഫലം പുറത്തുവന്നു. കണ്ടെത്തിയ മനുഷ്യ അസ്ഥികൂട അവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് FSL റിപ്പോർട്ട്. 8 പൂർണ്ണ അസ്ഥികൂടവും 1000-ഓളം അസ്ഥികൂട അവശിഷ്ടങ്ങളുമാണ് ബംഗളഗുഡയിൽ നിന്നും കണ്ടെത്തിയിരുന്നത്. ഇതോടൊപ്പം കേസിലെ ആദ്യ സാക്ഷിയായ ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ബംഗളഗുഡയിൽ നിന്നുള്ളതാണെന്നും പരിശോധനാ ഫലത്തിലുണ്ട്. തലയോട്ടിയിൽ പതിഞ്ഞ മണ്ണും പ്രദേശത്തു നിന്നും ശേഖരിച്ച മണ്ണും തമ്മിൽ സാമ്യം കണ്ടെത്തി. തലയോട്ടി വ്യാജ തെളിവിനായി പുറത്തുനിന്നും എത്തിച്ചതെന്നായിരുന്നു നേരത്തെ ഉയർന്ന ആരോപണം. ധർമ്മസ്ഥലയിലെത്തി കാണാതായ കുടക് സ്വദേശികളുടെ DNA സാമ്പിളും പ്രദേശത്തു നിന്നും കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റേതും തമ്മിൽ സാമ്യം കണ്ടെത്തിയിട്ടുണ്ട്. 10 മാസത്തിന് ശേഷമാണ് ഇവയുടെ പരിശോധനാ ഫലം പുറത്തു വരുന്നത്. ഇതോടെ ബംഗളൂരുവിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും ബംഗളഗുഡ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് നിരവധി മൃതദേഹങ്ങൾ ആസൂത്രിതമായി മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് സാക്ഷിമൊഴി. നേരത്തെ നിരവധി മൃതദേഹങ്ങൾ പ്രദേശത്ത് കുഴിച്ചിട്ടുണ്ടെന്നാണ് കേസിലെ പ്രധാന സാക്ഷി ചിന്നയ്യയുടെ മൊഴി. എന്നാൽ പിന്നീട് മൊഴി മാറ്റുകയായിരുന്നു. ഇത് സംബന്ധിച്ചും SIT അന്വേഷണം ഉണ്ടാകും. പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ SIT സംഘം വൈകാതെ ബെൽത്തങ്ങാടി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്നായിരിക്കും വിശദമായ പരിശോധന സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക. ന്യൂസ് 18 ധർമ്മസ്ഥല. നാട്ടുംപുറങ്ങളിലെ വെയിറ്റിംഗ് ഷെഡുകളിലും ചായക്കടകളിലും അന്തിച്ചർച്ചകൾ നടക്കുന്നത് കേട്ടിട്ടില്ലേ? രാഷ്ട്രീയം മുതൽ നാട്ടുവിശേഷങ്ങൾ വരെ സംസാരിക്കും. ആശയപരമായ സംവാദങ്ങളാണെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാം. കൊല്ലം ഏരൂരിൽ വാക്കുതർക്കം കൊലപാതകത്തിലാണ് കലാശിച്ചത്. വെയിറ്റിംഗ് ഷെഡിൽ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചിരിക്കെയുണ്ടായ തർക്കത്തിനിടെയാണ് ഭാരതിപുരം തുമ്പോട് സ്വദേശി സുകുമാരനെ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 2 പേരെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്.
ഏരൂർ പത്തടി ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡിൽ സുകുമാരനും സുഹൃത്തുക്കളും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെയുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. കയ്യാങ്കളിക്കിടെ സുകുമാരന് കുത്തേറ്റു. ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷമാണ് പത്തടി വെയിറ്റിംഗ് ഷെഡിൽ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഞാൻ ഓടി അവിടെ ചെല്ലുമ്പോൾ കുത്തുകൊണ്ട സുകുമാരണ്ണൻ അവിടെ ഓടയ്ക്ക് സമീപമായി കിടക്കുന്നതാണ് കണ്ടത്. പോലീസും സംഭവ സ്ഥലത്ത് തന്നെ ആ സ്പോട്ടിലെത്തി. അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു ആൾ മരണപ്പെട്ടു പോയി. വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു. അവർ 3 പേരോ 4 പേരോ ആണ് ഉണ്ടായിരുന്നതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. സംഭവത്തിന് പിന്നാലെ പഴയരൂർ സ്വദേശികളായ ജോണിനെയും നിഹാസിനെയും ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന്റെ കാരണം ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 അഞ്ചൽ. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ രക്ഷിക്കാൻ പല ഒത്തുകളികളും നടന്നിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ ഉന്നതതലത്തിൽ പോലും ഗൂഢാലോചനയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് SITയുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്നും മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്നും അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുവെന്നുമുള്ള കണ്ടെത്തലുകളാണ് SIT നടത്തിയത്. അതേസമയം വിവാദ ഉദ്യോഗസ്ഥരിൽ ഒരാളായ സന്ദീപ് മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്നും ഒഴിഞ്ഞു. മറ്റൊരു ഉദ്യോഗസ്ഥനായ അനിൽകുമാർ പിണറായിക്കൊപ്പം തുടരുകയാണ്. നവകേരള യാത്രയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസ് തുടക്കം മുതൽ അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പരാതിയുമായി AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ആദ്യം സമീപിക്കുന്നത് സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ്. എന്നാൽ സൗത്ത് പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അന്വേഷണ കാലയളവിൽ പരാതിക്കാർ നൽകിയ മൊഴി മുഴുവനായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും സൂചനയുണ്ട്. പഴയ കേസ് ഫയലുകൾ പരിശോധിച്ച SIT സംഘത്തിന് കേസിൽ പിണറായിയുടെ ഗൺമാന്മാരായിരുന്ന അനിൽ കല്ലിയൂർ, സന്ദീപ്, മറ്റ് 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ ചട്ടലംഘനം നടത്തിയെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. മർദ്ദന സമയത്തെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകനായ ജോജിമോനിൽ നിന്നും DYSP ബിജു പോലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും മൊഴി രേഖപ്പെടുത്തി. ഞാൻ നേരത്തെ കൊടുത്ത മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആ വിഷ്വൽസ് എല്ലാം എന്നെ കാണിച്ചു. അപ്പം നമ്മളെടുത്ത വിഷ്വൽസ് തന്നെയാണ് നമ്മൾ കൺഫേം ചെയ്തത്. പിന്നെ നമ്മളെ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് നമ്മളെ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതായത് ഇന്നാളെ അറിയോ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളെ അറിയാവുന്നവരൊക്കെ അറിയാവുന്ന, പിന്നെ ഗൺമാന്മാരെ അറിയാവുന്നത് അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഇന്നത്തെ സംഭവങ്ങൾ ഫുള്ള് നമ്മളെ കൊണ്ട് പിന്നെ ഒന്നുകൂടെ പറയിപ്പിച്ചു. ആ വിഷ്വൽ നിങ്ങളുടെ തന്നെയാണോ, ഇത് ഈ വിഷ്വൽസ് നിങ്ങൾ തന്നെ ഒന്നുകൂടെ നമ്മൾ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി അതൊന്ന് ചെയ്യായിരുന്നു. അടുത്ത ദിവസങ്ങളിലായി AD തോമസ് MLAയുടെയും അജയ് ജുവൽ കുര്യാക്കോസിന്റെയും മൊഴി പുതുതായി എടുക്കും. അക്രമം നടന്ന കാലയളവിലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ ഗൺമാന്മാർക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതും പിണറായിയുടെ സുരക്ഷാ ജീവനക്കാർക്കായി പൂഴ്ത്തിവെച്ചതായാണ് വിവരം. ഇടപെടലുകൾക്ക് പിന്നിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും പറയപ്പെടുന്നു. ന്യൂസ് 18 ആലപ്പുഴ. കേരളത്തിൽ സമീപകാലത്തായി ബൈക്ക് മോഷണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സാധാരണ വഴിയരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കൂട്ടുപൊളിച്ച് മോഷ്ടിക്കുന്നതാണ് രീതിയെങ്കിൽ യാത്രക്കാരെ ആക്രമിച്ച് ബൈക്ക് തട്ടിയടിക്കുന്ന സംഘങ്ങളും നാട്ടിൽ സജീവമാണ്. തൃശൂർ നഗരത്തിൽ 17-കാരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ബൈക്ക് കവർന്നത്. പ്രതിയെ മണിക്കൂറുകൾക്കകം തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. പാലക്കാട് കണ്ണമ്പുറ സ്വദേശി ദിലീപാണ് അറസ്റ്റിലായത്. തൃശൂർ നഗരത്തിൽ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് 17-കാരന്റെ ബൈക്ക് തട്ടിയെടുത്തത്. ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപത്ത് താമസിക്കുന്ന കുട്ടിക്ക് ലഹരി മരുന്ന് നൽകാമെന്ന് പറഞ്ഞ് പ്രതി ഒപ്പം കൂടുകയായിരുന്നു. അങ്ങനെ ഇരുവരും ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ തന്റെ കൈവശം കത്തിയുണ്ടെന്നും അതുപയോഗിച്ച് കുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നീട് 17-കാരനെ പ്രതി ബൈക്കിൽ നിന്നും ഇറക്കി വിട്ടു.
സംഭവത്തിന് പിന്നാലെ പോലീസിന് പരാതി ലഭിച്ചു. തുടർന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് കള്ളന് വേണ്ടി നഗരത്തിൽ വല വിരിച്ചു. അങ്ങനെ നടത്തിയ തെരച്ചിലിലാണ് ലെക്കാട് കണ്ണമ്പ്ര സ്വദേശി ദിലീപ് പിടിയിലായത്. ഇയാൾ നിരവധി ബൈക്ക് മോഷണ കേസുകളിലെ പ്രതിയാണെന്നാണ് വിവരം. മോഷ്ടിച്ച ബൈക്കുകളുടെ ഭാഗങ്ങൾ അഴിച്ചുമാറ്റിയും രൂപമാറ്റം വരുത്തിയും വിൽപ്പന നടത്തുന്നതാണ് ദിലീപിന്റെ രീതിയെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ. പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളും ഇതര സംസ്ഥാനക്കാരുടെ പ്രധാന താവളമാണ്. പ്ലൈവുഡ് ഫാക്ടറികളിലും നിർമ്മാണ മേഖലകളിലും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും ജോലി തേടിയാണ് പലരും ഇവിടെ എത്തുന്നത്. എന്നാൽ ഇതിൻ്റെ മറവിൽ നിരവധി ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട്. ലഹരി മാഫിയയിലെ പ്രധാനികളും മോഷ്ടാക്കളും ഉൾപ്പെടുന്ന സംഘം നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പകൽ സമയം ജോലി, രാത്രി കവർച്ചയും മയക്കുമരുന്ന് ഇടപാടുകളും. പെരുമ്പാവൂർ വാഴക്കുളത്ത് മുസ്ലിം പള്ളിയും ഭണ്ഡാരം തകർത്ത് മോഷണം നടത്താൻ ശ്രമിച്ചത് ഒരു ഇതര സംസ്ഥാനക്കാരനാണ്. കേസിൽ അസം സ്വദേശി അബിസുർ റഹ്മാനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച പുലർച്ചെയാണ് വാഴക്കുളം കുന്നുവഴിയിലെ റഹ്മാനിയ മസ്ജിദിന്റെ മുൻവശത്തെ ഭണ്ഡാരം തകർക്കാൻ ശ്രമമുണ്ടായത്. അതിനിടെ ശബ്ദം കേട്ട് പ്രദേശവാസികൾ ഓടിയെത്തിയതോടെ മോഷ്ടാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. പെരുമ്പാവൂർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പ്രതി അസം സ്വദേശി അബിസുർ റഹ്മാനെ കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാർ ഓടിക്കൂടിയതിനാൽ ഇയാൾക്ക് ഭണ്ഡാരത്തിൽ നിന്നും പണം കൈക്കലാക്കാൻ സാധിച്ചില്ല. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്നാണ് വിവരം. പള്ളിയിൽ മോഷണം നടത്തിയ ശേഷം ട്രെയിനിൽ നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു ഇയാളുടെ നീക്കമെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 പെരുമ്പാവൂർ. 2013 മലപ്പുറത്തേറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു പാണ്ടിക്കാട്ടെ വ്യാപാരി മുഹമ്മദിന്റെ കൊലപാതകം. രാത്രിയിൽ കടയടച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി പണം തട്ടിയെടുക്കാൻ കത്തികൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസ്. ആ കേസിൽ പ്രതികളായ പശ്ചിമ ബംഗാൾ സ്വദേശികളായ സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തെങ്കിലും അവർ ജാമ്യം കിട്ടി പിന്നീട് നാടുവിട്ടു. അതിനുശേഷം പോലീസ് 12 വർഷത്തോളം പ്രതികളെ തേടി അന്വേഷണം നടത്തി. അങ്ങനെ നാളുകൾ നീണ്ട അന്വേഷണത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കേസിലെ പ്രതിയായ സഞ്ജയ് റാണിയെ പോലീസ് പൊക്കുന്നു. ഒടുവിൽ കൂട്ടുപ്രതിയും സഹോദരനുമായ ബിജോയ് റാണിയും കീഴടങ്ങി. 12 വർഷമായി ഒഡീഷയിൽ രേഖകൾ തിരുത്തി ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. രണ്ടായിരത്തി 2013 കിഴക്കേ പാണ്ടിക്കാട് സ്വദേശിയായ വ്യാപാരിയെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് 12 വർഷം മുമ്പ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ 2 പ്രതികളും വീണ്ടും പിടിയിലായത്. കേസിലെ 1ാം പ്രതിയും കൊലപാതകം നടത്തിയ ആളുമായ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബിജോയ് റാണയാണ് അറസ്റ്റിലായത്. ഒഡീഷയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ബിജോയ് റാണ കോടതിയിലെത്തി സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളുടെ സഹോദരൻ സഞ്ജയ് റാണയെ അടുത്തിടെ ഒഡീഷയിലെത്തി പോലീസ് സാഹസികമായി കീഴടക്കിയിരുന്നു. 2 പ്രതികളും അറസ്റ്റിലായതോടെ കേസിന്റെ നടപടികൾ ഇനി വേഗത്തിലാകും. നവംബറിലാണ് കടയടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന പേർക്കുത്ത് മുഹമ്മദിനെ ബിജോയും സഞ്ജയും ചേർന്ന് കിഴക്കേ പാണ്ടിക്കാട് ചിറ്റടിപ്പാടത്ത് വെച്ച് കഴുത്തറുത്ത് കൊന്നത്. വൈകാതെ തന്നെ ഇരുവരും പോലീസിന്റെ പിടിയിലായി. എന്നാൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ 2014 ജാമ്യത്തിലിറങ്ങിയ ഇരുവരും മുങ്ങുകയായിരുന്നു. ബിജോയ് റാണയാണ് മുഹമ്മദിനെ കൊലപ്പെടുത്തിയത്. കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നെന്നും തെളിവുകൾ നശിപ്പിച്ചെന്നുമാണ് സഞ്ജയ് റാണയ്ക്കെതിരായ കുറ്റം. 12 വർഷത്തോളമായി നടന്ന അന്വേഷണത്തിനൊടുവിൽ ഇരുവരും രേഖകൾ തിരുത്തി ഒഡീഷയിൽ ഒളിവിൽ കഴിയുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഒഡീഷയിലെത്തി സഞ്ജയ് റാണയെ പിടികൂടിയത്. അന്ന് ബിജോയ്ക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല.
18 തിരൂർ. കേരളത്തിൽ രാസലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. നഗരങ്ങളിലും നാട്ടുംപുറങ്ങളിലും ലഹരി വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നുവെന്നത് ഗൗരവത്തോടെ കാണണം. തൃശൂർ കൊടകരയിൽ പാഴ്സൽ സർവീസിൻ്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. 1/4 കിലോയോളം MDMAയും 4 LSD സ്റ്റാമ്പുമായി യുവാവിനെ പോലീസ് പൊക്കി. ചന്ദ്രാപിന്നി സ്വദേശി മുഹമ്മദ് ഫാസിലാണ് പിടിയിലായത്. പാഴ്സൽ സർവീസിന്റെ മറവിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് ഏഷ്യർ ലോറിയിൽ കടത്തുകയായിരുന്ന രാസലഹരിയുമായാണ് പ്രതി പിടിയിലായത്. ചന്ദ്രാപ്പന്നി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മുഹമ്മദ് ഫാസിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്നും 198.3 ഗ്രാം MDMAയും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശീയപാതയിൽ കൊടകര പേരാമ്പ്ര ഫ്ലൈ ഓവറിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്ന് പിടികൂടിയത്. ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന്. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ കാർഗോ പാഴ്സൽ കമ്പനിയിലെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഫാസിൽ. കഴിഞ്ഞ 1 വർഷമായി ഇയാൾ ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ബംഗളൂരുവിൽ നിന്നും പാഴ്സലുകൾക്കൊപ്പം ലഹരിമരുന്നും ലോറിയിൽ കയറ്റി എറണാകുളം കേന്ദ്രീകരിച്ച് വൻകിട ഇടപാടുകാർക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. ഡാൻസർ സംഘത്തിനൊപ്പം കൊടകര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് 18 തൃശൂർ. കേരളത്തിൽ സമയക്രമത്തെ ചൊല്ലി സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നടുറോഡിൽ തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത് പതിവ് കാഴ്ചയാണ്. യാത്രക്കാരുടെ ജീവൻ പണയം വെച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസം. കോഴിക്കോട് നഗരത്തിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ജീവനക്കാർ ഏറ്റുമുട്ടിയതാണ് ഒടുവിലത്തെ സംഭവം. ബസ് മറ്റൊരു ബസ്സിലേക്ക് മനഃപൂർവ്വം ഇടിപ്പിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടി ഉണ്ടാകുമെന്ന് RTO എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കി. കോഴിക്കോട് നഗരത്തെ നടുക്കിയ ഗുണ്ടായിസത്തിന്റെ ദൃശ്യങ്ങളാണിത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ മെഡിക്കൽ കോളേജ് റൂട്ടിലാണ് സംഭവം. മുക്കം കോഴിക്കോട് റൂട്ടിലോടുന്ന വടക്കേടൻ എന്ന ബസ്സും സിറ്റി സർവീസ് നടത്തുന്ന ഹസ്ബി എന്ന ബസ്സും തമ്മിലാണ് സമയക്രമത്തെ ചൊല്ലി തർക്കമുണ്ടായത്. തർക്കത്തിനൊടുവിൽ സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുന്നിൽ തടസ്സമിട്ട് നിർത്തിയ ബസ് പെട്ടെന്ന് പുറകിലേക്ക് ഓടിച്ച് മറ്റേ ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഈ സമയത്ത് 2 ബസ്സുകളിലും നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. പൊതുനിരത്തിൽ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും ഉള്ളപ്പോഴായിരുന്നു ബസ് ജീവനക്കാരുടെ ഈ അതിക്രമം. ബസ്സുകൾക്കിടയിൽ ഒരു ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപകടമുണ്ടാക്കിയ ശേഷം ബസ് നിർത്താതെ മുന്നോട്ടെടുത്തു പോവുകയും ചെയ്തു. ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെങ്കിലും ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിക്ക് ഒരുങ്ങുമ്പോഴും ഔദ്യോഗികമായി പരാതി ലഭിക്കാത്തതിനാൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. പൊതുനിരത്തിൽ ബസ്സുകളുടെ മത്സരയോട്ടവും ജീവനക്കാരുടെ ഗുണ്ടായിസവും ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ചിലപ്പോൾ നാട്ടുകാർ തന്നെ ഇവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെയും കാര്യങ്ങൾ എത്തുന്നു. മലപ്പുറം ചെട്ടിയാർമാടിൽ ബൈക്ക് യാത്രികരെ ഇടിച്ചു തെറിപ്പിച്ച ബസ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബസ് ഡ്രൈവറുടെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് കേസ്. കഴിഞ്ഞ ദിവസമാണ് അമിത വേഗതയിലോടിയ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത്.
തേഞ്ഞിപ്പലത്തിനടുത്ത് ചെട്ടിയാർമാട് സർവീസ് റോഡിൽ അമിത വേഗത്തിലോടി ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറെ ആൾക്കൂട്ട സംഘം ചേർന്ന് മർദ്ദിച്ചിരുന്നു. ഇതിലാണ് പോലീസ് കേസെടുത്തത്. ആൾക്കൂട്ട മർദ്ദനത്തിൽ കണ്ടാലറിയാവുന്ന 5 പേരെ പ്രതികളാക്കിയാണ് പോലീസ് കേസ്. മർദ്ദനം ഭയന്ന് ഡ്രൈവർ മറ്റൊരു ബസ്സിൽ കയറി പോകുന്നതിനിടെ ആളുകൾ പിന്തുടർന്ന് ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. കോഴിക്കോട് വേങ്ങര റൂട്ടിലോടുന്ന നീനു സ്റ്റാർ എന്ന ബസ്സിലെ ഡ്രൈവർ കിളിനക്കോട് സ്വദേശി റിയാസിനാണ് മർദ്ദനമേറ്റത്. റിയാസ് തേഞ്ഞിപ്പലം പോലീസിൽ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ചെട്ടിയാർമാട് പെട്രോൾ പമ്പിന് സമീപം അപകടമുണ്ടായത്. ബൈക്കോട്ടിച്ച കോഴിക്കോട് സ്വദേശി നന്ദത്ത് വീട്ടിൽ അശ്വിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിന് പിന്നാലെ നാട്ടുകാരും വഴിയാത്രക്കാരിൽ ചിലരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് റിയാസിന്റെ മൊഴി. പരിക്കേറ്റ റിയാസിനെ പിന്നീട് പോലീസ് എത്തി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആൾക്കൂട്ട മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതമാണ് ബസ് ജീവനക്കാർ പോലീസിനെ സമീപിച്ചത്. ന്യൂസ് 18 തിരൂർ. നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പലയിടത്തും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കാടുകൾ വെട്ടുന്നതും ഓടകൾ വൃത്തിയാക്കുന്നതുമാണ് പ്രധാന പരിപാടി. മലപ്പുറം തിരുവാലിയിൽ ഇങ്ങനെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി കാട് വെട്ടിയപ്പോൾ അവിടെ പുല്ല് മൂടിയ നിലയിൽ ഒരു ചാക്ക്. എന്താണ് സംഭവമെന്നറിയാൻ തുറന്നു പരിശോധിച്ചപ്പോൾ ചാക്കിൽ മദ്യക്കുപ്പികൾ, 66 കുപ്പി വിദേശ മദ്യമാണ് കണ്ടെത്തിയത്. എടവണ്ണ പോലീസ് സ്ഥലത്തെത്തി മദ്യക്കുപ്പികൾ കസ്റ്റഡിയിലെടുത്തു. തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് അപൂർവ സംഭവം. വെട്ടിത്തെളിച്ച പൊന്തക്കാടിനുള്ളിൽ കണ്ടെത്തിയത് 1ഉം 2ഉമല്ല 66 മദ്യക്കുപ്പികൾ. ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിലാണ് മദ്യക്കുപ്പികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടെത്തിയത്. മാലിന്യച്ചാക്കുകൾക്കിടയിൽ ഒരു ചാക്കിലാണ് കുപ്പികൾ സൂക്ഷിച്ചിരുന്നത്. തിരുവാലി പഴയ പഞ്ചായത്ത് പടിയിലാണ് സംഭവം. ചാത്തക്കാട് റോഡരികിലെ കാട് വെട്ടുന്നതിനിടെ മാലിന്യച്ചാക്കുകൾക്കിടയിൽ നിറയെ മദ്യമുള്ള കുപ്പികൾ കണ്ടെത്തുകയായിരുന്നു. എടവണ്ണ പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾ ആരംഭിച്ചു. മദ്യക്കുപ്പികൾ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവ പിന്നീട് എക്സൈസ് വകുപ്പിന് കൈമാറും. ന്യൂസ് 18 തിരൂർ. കേരളത്തിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃത മണ്ണെടുപ്പ് വ്യാപകമാകുകയാണ്. ജിയോളജി പാസിൽ വരെയും തിരിമറി നടത്തിയാണ് മണ്ണെടുപ്പ്. പാലക്കാട് തൃത്താലയിൽ മണ്ണ് മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് താലൂക്ക് റവന്യൂ സംഘം. തൃത്താല കപ്പൂരിൽ മണ്ണെടുപ്പിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ലോറികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അനുമതിയില്ലാതെ വൻതോതിൽ മണ്ണ് കടത്തുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. പട്ടാമ്പി താലൂക്കിലെ തൃത്താല കപ്പൂർ പഞ്ചായത്തിലാണ് സംഭവം. പളങ്ങാട്ടുചിറ കവുക്കോട് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ കൈവശ സ്ഥലത്തു നിന്നും മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പ് അനുമതി നൽകിയ പാസിൽ തിരിമറി നടത്തിയാണ് അനധികൃതമായി മണ്ണെടുപ്പും മണ്ണ് കടത്തും നടത്തിയത്. രാവിലെ എഴുതുന്ന പാസ് മായ്ച്ചു കളയാവുന്ന മഷി കൊണ്ടെഴുതി പിന്നീട് മായ്ച്ച് വീണ്ടും പുതിയ സമയം എഴുതി ഉപയോഗിക്കുന്നതായി പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി തഹസിൽദാർ ടി സുജിത്തിന്റെ നേതൃത്വത്തിൽ റവന്യൂ സംഘം നടത്തിയ പരിശോധനയിലാണ് തിരിമറി കണ്ടെത്തിയത്. പാസിൽ തിരുത്തൽ വരുത്തി മണ്ണ് കടത്തിയിരുന്ന 3 ടോറസ് ലോറികൾ പ്രദേശത്തു നിന്നും പിടിച്ചെടുത്തു. പാസ് അനുവദിച്ച സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നും അനുമതിയില്ലാതെ വൻതോതിൽ മണ്ണ് കടത്തി വരുന്നതായും കണ്ടെത്തി. ഒരു സ്ഥലത്തേക്ക് അനുവദിച്ച പാസ് ഉപയോഗിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് കടത്തിയതിനാലും പാസിൽ കൃത്രിമം കാണിച്ചതിനാലും ബാക്കിയുള്ള ജിയോളജി പാസുകൾ റവന്യൂ സംഘം പിടിച്ചെടുത്തു. മണ്ണെടുപ്പിന് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. അനധികൃത മണ്ണെടുപ്പിനും നിലം നികത്തലിനുമെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന നടത്താനും നടപടിയെടുക്കാനും നിർദ്ദേശം നൽകിയതായി തഹസിൽദാർ അറിയിച്ചു.
ന്യൂസ് 18 പട്ടാമ്പി. എല്ലാവരെയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യരുണ്ട്. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റുമല്ലേ? ചിലരുടെ പരാമർശങ്ങളും കുത്തുവാക്കുകളും നമ്മളെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരും ഒപ്പം നടന്നവരും സുഹൃത്തുക്കളുമൊക്കെ ഇങ്ങനെ പരസ്യമായി അപമാനിച്ചപ്പോൾ സങ്കടം തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ പരമാവധി അകറ്റി നിർത്തുന്നതാണ് നല്ലത്. കുത്തുവാക്കുകൾ പറയുന്നവരുടെ അടുത്തു നിന്ന് മാനസികവും സാമൂഹികവുമായ അകലം പാലിക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാം, എന്നാൽ പരിഹാസകരിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും നല്ലതെന്ന് ഓർത്താൽ മതി. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.